ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, AITC വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ജോബ് പ്രൊഫൈലും നമുക്ക് ഇൻ ഹാൻഡ് സാലറിയും എത്ര കിട്ടുമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു നോ, ബിടെക് അതുപോലെ തന്നെ നമുക്ക് BSc ഫിസിക്സ്, BSc കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ജോലിയുടെ പഠിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു ജോലിയാണ് AIATC എന്ന് പറയുന്നത്, എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ എയർ ട്രാഫിക് കൺട്രോളറിന്റെ ജോലി എന്ന് പറയുന്നത്? മെയിനായിട്ട് നമ്മുടെ മൈൻഡ്, അതുപോലെ മൈൻഡ് ക്ലിയർ ആയിട്ട് എപ്പോഴും ഇരിക്കണം. നമ്മളൊരു പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോബാണ്. പ്രഷർ ഇൻ ദ സെൻസ്, നമുക്കറിയാം നമ്മളിപ്പോൾ റോഡിലൂടെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്രാഫിക് മെയിൻറ്റെയിൻ, നമുക്ക് വി ഹാവ് സർട്ടൻ ലോസ് അല്ലേ. അപ്പോൾ ആ ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ആരുണ്ടാകും? നമുക്ക് ഒരു പോലീസ് ഓഫീസർ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പൈലറ്റിന് വേണ്ടിയിട്ടുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ പോകുന്ന സമയത്ത് പൈലറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക, ആൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ മനസ്സിലാക്കാനും. അതുപോലെ നമുക്ക് എയർക്രാഫ്റ്റ്, അതുപോലെ സ്കൈയിൽ, അതുപോലെ റൺവേയിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അതുമായി സംബന്ധിച്ച് മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ മേജർ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഹൈ സാലറി കിട്ടുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു പ്രൊമോഷൻ ഹൈറാർക്കിയിലേക്കുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് AITCയിൽ മെയിനായിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അസിസ്റ്റൻറ്റ് മാനേജർ, പിന്നെ മാനേജർ, സീനിയർ മാനേജർ, ജോയിൻറ്റ് ജനറൽ മാനേജർ, അതിന് മെയിനായിട്ട് നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷണൽ ഹൈറാർക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫിസിക്സ്, നമ്മൾ +2+1 നമ്മൾ പഠിച്ചിരിക്കുന്ന ഫിസിക്സും മാത്സും ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ Tier 1 തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ദെൻ ബി പാർട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിസിക്സും മാത്സും എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടും ഈ പറയുന്ന ബേസ് പേനേക്കാൾ കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് അലവൻസസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അലവൻസസ് ആണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. ഹൗസ് റെന്റ്, അത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. നമ്മൾ നിൽക്കുന്ന ആ ഒരു സിറ്റി ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഡിയർനെസ് അലവൻസ് കിട്ടും. നമുക്ക് സ്ട്രെസ് അലവൻസ്, അത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമുക്ക് പറഞ്ഞല്ലോ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉള്ള ജോബ് തന്നെയാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അലവൻസ് തരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്, നമുക്ക് ഫാമിലിക്കും സെൽഫിനും വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് തരുന്നുണ്ട്. അതുപോലെ ലീവ്, ട്രാവൽ കൺസെഷൻ, പെൻഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് NPS കോൺട്രിബ്യൂഷൻ വഴിയാണ് വരുന്നത്. ഗ്രാറ്റുവിറ്റി, വെൽഫെയർ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഉണ്ടാകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അലവൻസ്, യൂണിഫോം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, അതുപോലെ നമ്മുടെ ഓൺസോ സൈറ്റ് അക്കോമഡേഷനാണ് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബേസ് പേ കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ അലവൻസ് ആയിരിക്കും ഈ ഒരു ജോബിൽ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ബേസ് പേ ഒരു 45 to 50 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ പേ അനുസരിച്ചാണ് സാലറി വരുന്നത്. അപ്പോൾ ഇതിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് 48, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇൻകം ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ഏകദേശം നമ്മുടെ ഒരു Tier 1 മെട്രോയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഇൻ ഹാൻഡ് 72 to 75 വരെ കിട്ടുന്നുണ്ട്. ഒരു Tier 2 ആണെങ്കിൽ നമുക്ക് അതർ സിറ്റീസ്, മെട്രോ അല്ലാത്ത സിറ്റീസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇൻ ഹാൻഡ് 68 to 70 ആണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന പോലെ 1 ഇയറിലാണ് നമുക്ക് പറയുന്നത്. ഇനി DA, HRA എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു 1 ഇയറിലേക്ക് നമ്മളിത് 1 ഇയർ ആണ് പറയുന്നത് കേട്ടോ. നമുക്ക് 1 ഇയർ ഏകദേശം 70 വരുന്നുണ്ട്. ഇനി 5 ഇയേഴ്സ് നമ്മളിപ്പോൾ വരികയാണെങ്കിൽ നമുക്കിനി കിട്ടാൻ പോകുന്ന 1 lakh ഒക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നിയർലി അത്രയും ഇൻ ഹാൻഡ് കിട്ടുന്ന ജോബാണ്. അപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു അവസരമാണ്. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി പഠിക്കാനും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്കിനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 2026ലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.